ഈ നോർക്ക ഐ ഡി ഉപയോഗിച്ചാണോ പ്രവാസി പെൻഷൻ ക്ഷേമനിധി അടക്കേണ്ടത്? അല്ല മേഡം, പ്രവാസി പെൻഷനിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ മറ്റൊരു ID കാർഡ് കൂടി ഉണ്ടാകും. നോർക്ക ഐഡിയും പ്രവാസി പെൻഷനും രണ്ടും ഒന്നല്ല, രണ്ടും രണ്ടാണ്. ഓരോന്നിനും അതിൻ്റെതായ ഗുണങ്ങളും ആനുകൂല്യങ്ങളുമുണ്ട്. പ്രവാസി പെൻഷനിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ സ്ക്രീനിൽ കാണിച്ചതുപോലെയുള്ള ഒരു ID കാർഡ് നിങ്ങൾക്ക് ലഭിക്കും. അതിലെ മെമ്പർഷിപ്പ് നമ്പർ ഉപയോഗിച്ചാണ് ക്ഷേമനിധി അടക്കേണ്ടത്. മാഡം, പ്രവാസി പെൻഷനിൽ രജിസ്റ്റർ ചെയ്താൽ എത്ര വർഷം ക്ഷേമനിധി അടക്കേണ്ടതുണ്ട്? മിനിമം 5 വർഷം അടച്ചാൽ മതിയോ? അങ്ങനെയല്ല, ഇത് എല്ലാവർക്കും സംഭവിക്കുന്ന ഒരു തെറ്റിദ്ധാരണയാണ്. ഒരാൾ പ്രവാസി പെൻഷനിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ 60 വയസ്സ് പൂർത്തിയാകുന്നത് വരെ 350 രൂപ വെച്ച് ഓരോ മാസവും ക്ഷേമനിധി അടയ്ക്കേണ്ടതുണ്ട്. വേണമെങ്കിൽ 1 വർഷത്തേക്കോ 2 വർഷത്തേക്കോ ഒന്നിച്ച് മുൻകൂറായി അടക്കുകയും ചെയ്യാം. പിന്നെ ഈ മിനിമം 5 വർഷം എന്ന് പറയുന്നത് 55 വയസ്സിന് ശേഷം രജിസ്റ്റർ ചെയ്യുന്നവർക്കാണ്. ഉദാഹരണത്തിന് 59 വയസ്സിൽ ചേർന്ന ഒരാൾ മിനിമം 5 വർഷമെങ്കിലും ക്ഷേമനിധി അടച്ചാലേ പെൻഷൻ ലഭിക്കുകയുള്ളൂ. അതായത് 64 വയസ്സിലെ പെൻഷൻ അർഹതയുണ്ടാവുകയുള്ളൂ എന്നർത്ഥം. മാഡം, ഞാനൊരു പ്രവാസിയാണ്. വയസ്സ് 59ആയി. ഇതുവരെ പ്രവാസി പെൻഷനിൽ ചേരാൻ സാധിച്ചിട്ടില്ല. ഇനി എന്തെങ്കിലും വഴിയുണ്ടോ? എനിക്ക് രജിസ്റ്റർ ചെയ്യണം. പിന്നെന്താ, തീർച്ചയായും ചെയ്യാലോ. പ്രവാസി പെൻഷൻ രജിസ്റ്റർ ചെയ്യാനുള്ള പ്രായപരിധി 18 വയസ്സ് മുതൽ 60 വയസ്സ് വരെയാണ്. അപ്പോൾ 59 വയസ്സുള്ളവർക്കും രജിസ്റ്റർ ചെയ്യാം. പക്ഷേ 60 വയസ്സിനുള്ളിൽ തന്നെ 5 വർഷത്തെ മുഴുവൻ ക്ഷേമനിധിയും പൂർണ്ണമായും അടച്ചിരിക്കണം. എന്നിട്ട് 64 വയസ്സ് വരെ കാത്തിരിക്കുകയും വേണം പെൻഷൻ തുക കിട്ടിത്തുടങ്ങാൻ. മാഡം, എനിക്കിപ്പോൾ 65 വയസ്സായി. ഞാൻ 15 വർഷം മുമ്പ് പ്രവാസി പെൻഷനിൽ ചേർന്നു. ഇപ്പോൾ ഡാറ്റ കാണുന്നില്ലെന്ന് അവർ പറയുന്നു. ഇവരുടെ വിഷയത്തിൽ ഡാറ്റ ചെക്ക് ചെയ്യേണ്ടതുണ്ട്. പക്ഷേ വളരെ പ്രധാനപ്പെട്ട കാര്യം എന്തെന്ന് വെച്ചാൽ 60 വയസ്സിനുള്ളിൽ കുടിശ്ശിക പൂർണ്ണമായും അടച്ചില്ലെങ്കിൽ രജിസ്ട്രേഷൻ സ്വമേധയാ ക്യാൻസലായി പോകുന്നതാണ്. അതായത് 60 വയസ്സിനുള്ളിൽ കുടിശ്ശിക പൂർണ്ണമായും ക്ലിയർ ചെയ്യാത്തവർക്ക് ഒരിക്കലും പെൻഷൻ ലഭിക്കുകയില്ല. ഒരു കാര്യം ചോദിച്ചോട്ടെ, എനിക്കിപ്പോൾ 22 വയസ്സേ ആയിട്ടുള്ളൂ. ഇത്രയും നേരത്തെ ചേർന്ന് 60 വയസ്സ് വരെ ക്ഷേമനിധി അടച്ചിട്ട് കൂടുതൽ എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടോ? ബെനിഫിറ്റ് ഉണ്ടല്ലോ. 7000 രൂപ വരെ ഓരോ മാസവും നിങ്ങൾക്ക് പെൻഷൻ ലഭിക്കും. എത്ര നേരത്തെ രജിസ്റ്റർ ചെയ്യുന്നുവോ അത്രയും നല്ലതാണ്. കാരണം ഈ പെൻഷൻ തുക കണക്കാക്കുന്നത് ക്ഷേമനിധി എത്ര മാസം അടക്കുന്നുവോ അതിൻ്റെ അനുപാതം അനുസരിച്ചായിരിക്കും. ഇവിടെ 22 വയസ്സുള്ള ഒരാൾ 60 വയസ്സ് വരെ ക്ഷേമനിധി അടക്കുമ്പോൾ ആ ആൾക്ക് ലഭിക്കുന്നത് മാക്സിമം തുകയായ 7000 രൂപയാണ്. ഇനി 40 വയസ്സുള്ള ഒരാളാണ് ക്ഷേമനിധിയിൽ ചേർന്നതെങ്കിലോ ആ ആൾ 60 വയസ്സ് പൂർത്തിയാകുന്നത് വരെ ക്ഷേമനിധി അടച്ചാൽ ഓരോ മാസവും ലഭിക്കുന്നത് 5075 രൂപയാണ്. ഈ കാൽക്കുലേഷന്റെ ഏകദേശം ഒരു ചാർട്ടാണ് സ്ക്രീനിൽ കാണിക്കുന്നത്. നമ്മൾ പ്രവാസി പെൻഷനിൽ രജിസ്റ്റർ ചെയ്ത ശേഷം ക്ഷേമനിധി എല്ലാം അടച്ചു തീർന്നാൽ 60 വയസ്സായാൽ പെൻഷൻ കിട്ടി തുടങ്ങുവാണോ? അതോ പെൻഷൻ ലഭിക്കാൻ വീണ്ടും അപേക്ഷിക്കണോ? തീർച്ചയായും വീണ്ടും അപേക്ഷിക്കണം. 60 വയസ്സിനുള്ളിൽ ക്ഷേമനിധി അടച്ചവർ 55 വയസ്സിന് മുൻപേ ചേർന്നവരാണെങ്കിൽ അവർക്ക് പെൻഷന് വേണ്ടി അപേക്ഷിച്ചു തുടങ്ങാം. അത് അപ്രൂവൽ ആകുന്ന മുറയ്ക്ക് ക്ഷേമനിധി അപേക്ഷിക്കുമ്പോൾ കൊടുത്ത ബാങ്കിലെ അക്കൗണ്ട് വഴി പെൻഷൻ വന്നു തുടങ്ങും. എന്നാൽ 55 വയസ്സിന് ശേഷമാണ് ചേർന്നതെങ്കിൽ ചേർന്നത് മുതൽ 5 വർഷം പൂർത്തിയാകുമ്പോഴാണ് പെൻഷന് വേണ്ടി അപേക്ഷിക്കേണ്ടത്. പക്ഷേ ക്ഷേമനിധി 60 വയസ്സിനുള്ളിൽ തന്നെ അടച്ചു ക്ലിയർ ചെയ്യേണ്ടതുണ്ട്. നമ്മൾ ഈ വീഡിയോയുടെ തുടക്കത്തിൽ നോർക്ക ഐഡിയെക്കുറിച്ച് പറഞ്ഞിരുന്നല്ലോ, അതെന്താണെന്ന് വിശദീകരിക്കാം. നോർക്ക ID കാർഡും പ്രവാസി പെൻഷൻ ID കാർഡും രണ്ടും ഒന്നല്ല, രണ്ടും രണ്ടാണ്. നോർക്ക ID എന്താണ്? അതുകൊണ്ടുള്ള ഗുണം എന്താണ്? കേരള സർക്കാർ പ്രവാസികൾക്കായി നൽകുന്ന ഒരു ഐഡന്റിറ്റി കാർഡാണ് നോർക്ക ID കാർഡ്. 3 വർഷമാണ് വാലിഡിറ്റി ഉണ്ടാവുക. വാലിഡായ ID കാർഡ് ഉള്ള ഒരാൾ പ്രവാസിയായിരിക്കെ മരണപ്പെട്ടാൽ മരണപ്പെട്ടവരുടെ ആശ്രിതർക്ക് കേരള സർക്കാർ 5 ലക്ഷം രൂപ വരെ ധനസഹായം നൽകും. അല്ലെങ്കിൽ ജോലി തുടരാൻ സാധിക്കാത്ത രീതിയിൽ മാരകമായ അസുഖമുണ്ടായാൽ അതിന്റെ ചികിത്സക്കായി 2 ലക്ഷം രൂപ വരെ സർക്കാരിൽ നിന്നും ലഭിക്കും. മാത്രമല്ല, സമയാസമയങ്ങളിൽ നോർക്ക പ്രവാസികൾക്കായി പ്രഖ്യാപിക്കുന്ന ആനുകൂല്യങ്ങൾ ലഭിക്കുവാൻ വാലിഡായ നോർക്ക ID വേണ്ടതുണ്ട്. നോർക്ക ഐഡിയുടെ 2025 മുതലുള്ള രൂപമാണ് സ്ക്രീനിൽ കാണുന്നത്. അതുപോലെ 2020 മുതൽ 24 വരെയുള്ള കാലഘട്ടങ്ങളിൽ ഈ രീതിയിലായിരുന്നു ID കാർഡ് ഉണ്ടായിരുന്നത്. ഈ മോഡൽ കാർഡുള്ളവർ എക്സ്പയർ ആയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇനി ഈ രീതിയിലുള്ള ID കാർഡാണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ അതിൻ്റെ വാലിഡിറ്റി കഴിഞ്ഞിട്ടുണ്ട്, പുതുക്കേണ്ടതായി വരും. അപ്പോൾ പ്രവാസി പെൻഷനും നോർക്ക ഐഡിയും രജിസ്റ്റർ ചെയ്യുന്നതിനായി പ്രവാസി ഹബ് ഇന്റർനാഷണലിനെ സമീപിക്കൂ.